ശബരിമല ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണപ്പാളികൾ 2019 മറിച്ചു വിറ്റു എന്ന നിഗമനത്തിലേക്ക് എത്തുകയാണ് ഇപ്പോൾ ദേവസ്വം വിജിലൻസും. ഇതുമായി ബന്ധപ്പെട്ട നിരവധി വെളിപ്പെടുത്തലുകൾ, റിപ്പോർട്ടുകൾ മാതൃഭൂമി ന്യൂസ് കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രേക്ഷകരിലേക്ക് എത്തിച്ചിരുന്നു. അന്ന് 2019 ഈ സ്വർണം നഷ്ടമായത് എന്ന നിഗമനത്തിലേക്ക്, വ്യക്തതയിലേക്ക് വാർത്തകൾ എത്തിയിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ദേവസ്വം വിജിലൻസും അതേ നിലപാടിലേക്ക് എത്തുന്നത്. ശനിദോഷം അകറ്റാനും ഐശ്വര്യ വർധനയ്ക്കും ഉപകരിക്കുമെന്ന് പറഞ്ഞ് സ്വർണ്ണപ്പാളികൾ കോടികൾക്ക് വിറ്റു എന്ന നിഗമനത്തിലേക്കാണ് ഇപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥരെത്തുന്നത്. ദേവസ്വം വിജിലൻസ് നടത്തിയ അന്വേഷണത്തിന്റെ റിപ്പോർട്ട് അല്പസമയത്തിനകം ഹൈക്കോടതിയിൽ സമർപ്പിക്കും. ആർ അനന്തകൃഷ്ണനും എസ് രാഗിനും ശ്യാം പ്രസാദ് ഉത്തമനുമാണ് വിവരങ്ങളുമായി ചേർന്നത്. ആദ്യം ആർ അനന്തകൃഷ്ണനിലേക്കാണ്. അനന്തൻ, വളരെ പ്രധാനപ്പെട്ട സുപ്രധാനമായ വഴിത്തിരിവുണ്ടാക്കുന്ന വിവരങ്ങൾ മാതൃഭൂമി ന്യൂസാണ് പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിയത്. അതിന് പിന്നാലെയാണ് ദ്വാരപാലക ശില്പത്തിലെ സ്വർണം നഷ്ടമായി എന്ന വിവരം ഞെട്ടലോടെ വിശ്വാസി സമൂഹവും കേരളവും അത് ബോധ്യപ്പെട്ടത്. അതിന് പിന്നാലെ ശ്രീകോവിലിന്റെ വാതിലിൽ കട്ടളപ്പടികളിൽ ഉൾപ്പെടെ ഉണ്ടായിരുന്ന സ്വർണം എവിടെ എന്ന നിരവധി ചോദ്യങ്ങൾ നമ്മൾ മുന്നോട്ട് വെച്ചിരുന്നത്. ഇത് 2019 കാലത്താണ് എന്ന നമ്മുടെ അന്വേഷണത്തിലെ കണ്ടെത്തൽ തന്നെയാണോ ഇപ്പോൾ ദേവസ്വം വിജിലൻസും ശരിവയ്ക്കുന്നത്? രതീഷ്, ഈ ശബരിമല ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണപ്പാളികളുമായി ബന്ധപ്പെട്ട വിവാദം ഉണ്ടായതിനു ശേഷം മാതൃഭൂമി ന്യൂസാണ് ആദ്യമായി കേരളത്തോട് വിളിച്ചു പറയുന്നത് ഈ ദ്വാരപാലക ശില്പങ്ങളിൽ ഉണ്ടായിരുന്നത് 1998 വിജയ് മല്യ സ്വർണം പൊതിഞ്ഞ തനി തങ്ക പാളികളാണ് എന്നുള്ളത്. അതേ തുടർന്നാണ് അതിന് വലിയ വഴിത്തിരിവുണ്ടാകുന്നത്. അന്ന് നമ്മൾ പല രീതിയിലുള്ള രേഖകളുമൊക്കെ വെച്ച് നമ്മളെത്തിയ നിഗമനം ഈ പാളികൾ മാറ്റി പുതിയ പാളികളാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയും സംഘവും തിരിച്ചു കൊണ്ടുവന്നത് എന്നുള്ളതാണ്. ഏതാണ്ട് അതിലേക്ക് തന്നെ എത്തുന്ന ഒരു നിഗമനത്തിലേക്കാണ് ദേവസ്വം വിജിലൻസും ഇപ്പോൾ അന്തിമ റിപ്പോർട്ട് സമർപ്പിക്കാൻ ഒരുങ്ങുമ്പോൾ എത്തിയിരിക്കുന്നത്. നേരത്തെ തന്നെ വിജിലൻസിന്റെ പ്രാഥമിക അന്വേഷണത്തിൽ ഈ ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണപ്പാളികൾ മാറ്റി പുതിയ പാളികളാണ് കൊണ്ടുവച്ചത് എന്ന് ഏകദേശം സ്ഥിരീകരണമുണ്ടായിരുന്നു. ഇതിന്റെ അന്വേഷണം ഇന്നലത്തോടെ പൂർത്തിയാക്കി ഇന്ന് റിപ്പോർട്ട് സമർപ്പിക്കുകയാണ് ദേവസ്വം വിജിലൻസ്. ദേവസ്വം വിജിലൻസ് ഏറ്റവും ഒടുവിൽ എത്തി നിൽക്കുന്ന നിഗമനം അത് ഗുരുതരമാണ്. അത് ഈ സ്വർണ്ണപ്പാളികൾ മറിച്ചു വിറ്റു എന്നുള്ളതാണ്. അതായത് 1998 വിജയ് മല്യ സ്വർണം പൊതിഞ്ഞ് ദ്വാരപാലക ശില്പങ്ങളിൽ വെച്ചിരുന്ന ആ സ്വർണ്ണപ്പാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയും സംഘവും എടുത്തുകൊണ്ടുപോയി ബംഗളൂരുവിൽ വെച്ച് അതിന്റെ വിൽപ്പന നടത്തി കോടികൾ അല്ലെങ്കിൽ വലിയ സാമ്പത്തിക നേട്ടം ഉണ്ടാക്കി. പകരം ബംഗളൂരുവിൽ നിന്ന് തന്നെ മറ്റൊരു സ്പോൺസറെ, അത് വിനീത് ജെയിൻ ആണ് ദേവസ്വം വിജിലൻസ് സൂചന നൽകുന്നത്. വിനീത് ജെയിനിൽ നിന്ന് സ്വർണം വാങ്ങി ചെന്നൈയിൽ കൊണ്ടുപോയി പുതിയ ചെമ്പിൽ ഗോൾഡ് പ്ലേറ്റ് ചെയ്ത് തിരിച്ചു കൊണ്ടുവന്നു എന്നുള്ളൊരു നിഗമനത്തിലേക്കാണ് ദേവസ്വം വിജിലൻസ് ഇപ്പോൾ എത്തി നിൽക്കുന്നത്. അതായത് നേരത്തെ കണ്ടെത്തിയ അതേ വിവരങ്ങൾ 2019 സ്വർണ്ണപ്പാളികൾ ശബരിമലയിൽ നിന്ന് കടത്തുന്നു. അത് മറ്റാർക്കൊക്കെയോ വിറ്റിരിക്കാം, ഒന്നിലധികമോ ആളുകൾക്ക് വിറ്റിരിക്കാം. അതിന് പിന്നാലെ പുതിയ ചെമ്പുപാളിയിൽ സ്പോൺസറെ കണ്ടെത്തി സ്വർണം പൂശി വീണ്ടും ശബരിമലയിലേക്ക് എത്തിക്കുന്നു. എന്താണ് സംഭവിച്ചത് എന്ന കാര്യത്തിൽ ദേവസ്വം വിജിലൻസിനുമൊക്കെ വ്യക്തത വരികയാണ്. നമുക്ക് എസ് രാഗിൻ കൂടിയുണ്ട്. രാഗിൻ, ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം, അതും കോടതിയുടെ മേൽനോട്ടത്തിൽ കോടതി നിശ്ചയിച്ച ഉദ്യോഗസ്ഥർ ശബരിമലയിലെ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട വിവരങ്ങളിലേക്ക് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. അതിനൊപ്പം കണക്കെടുപ്പിന് വേണ്ടി നിയോഗിച്ചിരിക്കുന്ന ജസ്റ്റിസ് ശങ്കരൻ നാളെ സന്നിധാനത്തേക്ക് എത്തുന്നു എന്ന വിവരമുണ്ട്. കോടതിയിലെ ഇന്നത്തെ നടപടിക്രമങ്ങൾ എന്തായിരിക്കും? ഇന്ന് കോടതിയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് എന്തെല്ലാമാണ്? ഹൈക്കോടതി ഈ കേസ് ദേവസ്വം ബെഞ്ച് മൂന്നാമത്തെ ഐറ്റമായി പരിഗണിക്കാൻ പോവുകയാണ്. പ്രധാനമായും ഈ ദേവസ്വം വിജിലൻസ് നൽകിയിരിക്കുന്ന റിപ്പോർട്ടാണ് ഹൈക്കോടതിയുടെ മുന്നിലേക്ക് എത്തുന്നത്. ഗുരുതരമായിട്ടുള്ള ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ അടങ്ങുന്നതാണ് ആ റിപ്പോർട്ട് എന്നാണ് ഇപ്പോൾ ഇതിനോടകം തന്നെ വ്യക്തമാകുന്നത്. അതായത് വിശ്വാസത്തിന് കോടികളുടെ വിലയിട്ടുകൊണ്ട് കച്ചവടം നടത്തിയത്, മറിച്ചു വിറ്റു എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നിരിക്കുന്നത്. ഹൈക്കോടതിയുടെ മുന്നിലേക്ക് അത് എത്തുമ്പോൾ സ്വാഭാവികമായിട്ടും കോടതി നടത്താൻ പോകുന്ന ചില നിരീക്ഷണങ്ങൾ ഉണ്ടാകും. അതോടൊപ്പം തന്നെ SIT സംഘവും ഇന്ന് കോടതിയിൽ വരുന്നു. SIT ഇതിൽ കേസെടുത്ത് അന്വേഷണവുമായി മുന്നോട്ട് പോകുന്ന നിലയായിരിക്കും ഉണ്ടാവുക. അത്തരത്തിലുള്ള കേസ് എടുക്കണമെന്നടക്കമുള്ള ശുപാർശകൾ ഈ റിപ്പോർട്ടിൽ ഉള്ളതായിട്ടാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കൂടാതെ ഇതിൽ രണ്ട് തരത്തിൽ പോകാം. ഒന്ന്, ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ആ റിപ്പോർട്ട് തന്നെ പരാതിയായി കണക്കാക്കിക്കൊണ്ട് ദേവസ്വം വിജിലൻസ് നൽകിയ റിപ്പോർട്ട് തന്നെ പരാതിയായി കണക്കാക്കിക്കൊണ്ട് ഈ പറയുന്ന നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകാം SITക്ക്. അല്ല എന്നുണ്ടെങ്കിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഉൾപ്പെടെ നൽകുന്ന പരാതിയുമായി ബന്ധപ്പെട്ട് കേസുമായി മുന്നോട്ട് പോകാം. എന്തായാലും നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരമനുസരിച്ച് SIT ഇതിലെടുത്ത പ്രാരംഭ നടപടികൾ കോടതിയിൽ വിശദീകരിക്കും. ഒരു പക്ഷേ കേസെടുത്തോ അല്ലെങ്കിൽ കേസെടുത്തിട്ടുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ കോടതിയിൽ വിശദീകരിക്കാനാണ് സാധ്യത. അതോടൊപ്പം തന്നെ ഈ റിപ്പോർട്ടിന്റെ കണ്ടെത്തൽ വളരെ ഗൗരവമുള്ളതാണ്. നേരത്തെ അനന്തകൃഷ്ണൻ സൂചിപ്പിച്ചതുപോലെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് 99 സ്വർണം പൊതിഞ്ഞ ഈ ദ്വാരപാലക ശില്പങ്ങൾ, അതോടൊപ്പം തന്നെ ശ്രീകോവിലിന്റെ റൂഫ്, കൂടാതെ വശങ്ങൾ, കൂടാതെ ഇതിൽ വാതിൽ പാളികൾ, ഇതെല്ലാം എങ്ങനെ 2019 ചെമ്പായി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അപ്പോൾ
അപ്പോൾ അത് ഒറിജിനൽ ആയിട്ടുള്ളത് മറിച്ചു വിൽക്കുകയും മറിച്ച് ഈ സ്മാർട്ട് ക്രിയേഷൻസിലേക്ക് 2019 പോയിരിക്കുന്നത് ചെമ്പാണ്. അതിൽ ദേവസ്വം ഉദ്യോഗസ്ഥരുടെ ഒത്തുകളിയുണ്ട്, അതോടൊപ്പം തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഇടപെടലുമുണ്ട്. ഇത്തരം വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. സ്വാഭാവികമായിട്ടും കേസെടുത്ത് മുന്നോട്ട് പോകുന്ന ഘട്ടത്തിൽ ഇവരെ അടക്കം പ്രതി ചേർക്കുന്ന നടപടിക്രമങ്ങൾ ഉണ്ടായേക്കാം. എന്തായാലും കോടതിയിൽ ഇന്ന് നടക്കുന്ന നടപടികൾ വളരെ സുപ്രധാനമാണ്. അതിൽ രണ്ട് കാര്യങ്ങൾ കോടതി പരിഗണിക്കും. ഒന്ന്, ദേവസ്വം വിജിലൻസ് നൽകുന്ന റിപ്പോർട്ട്, അതോടൊപ്പം തന്നെ SITയുടെ പ്രാരംഭ നടപടികളിൽ ചില നിർദ്ദേശങ്ങൾ. ഇത് രണ്ടുമായിരിക്കും ഒരുപക്ഷെ കോടതിയുടെ കോടതി ഗൗരവതരമായ തന്നെ വിഷയത്തിൽ ഇടപെട്ടിരിക്കുകയാണ്. അപ്പോൾ കോടതിയുടെ ഭാഗത്ത് ഇനി എന്ത് കൂടുതൽ ഇടപെടൽ എന്നത് വളരെ പ്രധാനപ്പെട്ട ആകാംക്ഷാഭരിതമായ ഒന്നാണ്. ശ്യാം പ്രസാദ് ഉത്തമൻ കോടതിക്ക് മുന്നിൽ നിന്ന്. ശ്യാം, എത്ര മണിയോടുകൂടി കേസ് പരിഗണനയ്ക്ക് വരാനുള്ള സാധ്യതയാണ്? ഒപ്പം CBI അന്വേഷണം വേണം, കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം വേണമെന്ന ആവശ്യം കോടതിക്ക് പുറത്തും കോടതിക്കുള്ളിലുമുണ്ടല്ലോ. അക്കാര്യങ്ങളിൽ ഒരു പരിഗണന ഇന്നുണ്ടാകാനുള്ള സാധ്യതയുണ്ടോ? സാധാരണയിൽ കോടതി തന്നെ നേരിട്ടൊരു SIT അന്വേഷണം പ്രഖ്യാപിച്ച സ്ഥിതിക്ക് മറ്റൊരു ഏജൻസിയിലേക്ക് അന്വേഷണം മാറ്റാനുള്ള സാധ്യത കുറവല്ലേ? ശ്യാം, രതീഷ്, ഏതായാലും ഇവിടെ ഇപ്പോൾ വിജിലൻസിന്റെ നേതൃത്വത്തിലുള്ള സംഘം ഇവിടെ എത്തിയിട്ടുണ്ട്. അല്പസമയം കൂടി കഴിയുമ്പോൾ ഈ കേസ് പരിഗണിക്കും. സ്വാഭാവികമായിട്ടും വിജിലൻസിന്റെ കണ്ടെത്തലുകൾ ഇന്ന് കോടതി മുമ്പാകെ സമർപ്പിക്കും. ആ കോടതി മുമ്പാകെ സമർപ്പിക്കുന്ന വിജിലൻസ് കണ്ടെത്തലുകൾ പ്രധാനമായിട്ടും ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കെതിരായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. അതായത് 2019 ശേഷം, അതായത് പിന്നീട് ഇത് ചെമ്പുപാളിയാണ് എന്ന രീതിയിലുള്ള ഒരു കണ്ടെത്തൽ തന്നെയാണ് വിജിലൻസ് നിലവിൽ നൽകാൻ പോകുന്ന റിപ്പോർട്ടിൽ ഉണ്ടാവുക എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും ഇതിന്റെ കൂടി അടിസ്ഥാനത്തിലായിരിക്കും കോടതി ഒരു തീരുമാനത്തിലെത്തുക. പ്രത്യേക അന്വേഷണ സംഘത്തെ കൂടി നിയോഗിച്ചിട്ടുള്ള സാഹചര്യത്തിൽ S ശശിധരൻ അടക്കമുള്ള ആളുകൾ നിലവിലിപ്പോൾ ആ കോടതിയിലും എത്തിയിട്ടുണ്ട്. ഏതാനും അല്പനിമിഷങ്ങൾ കൂടി കഴിയുമ്പോൾ ഈ കേസ് ഉടൻ പരിഗണിക്കും. പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ പ്രതികളായ ഉദ്യോഗസ്ഥരും ഒപ്പം ദേവസ്വം വിജിലൻസ് ഉദ്യോഗസ്ഥരും ഇപ്പോൾ കോടതിയിലേക്ക് എത്തുകയാണ്. ദേവസ്വം കാര്യങ്ങൾ, ശബരിമലയുമായി ബന്ധപ്പെട്ടുള്ള ദേവസ്വം കാര്യങ്ങൾ പരിഗണിക്കുന്ന ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന് മുന്നിലേക്കാണ് ഇപ്പോൾ ദേവസ്വം വിജിലൻസിന്റെ അന്വേഷണ റിപ്പോർട്ട് എത്താൻ പോകുന്നത്. ഒപ്പം തന്നെ SIT പ്രാഥമികമായി എന്തൊക്കെ കാര്യങ്ങളാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി നിർദ്ദേശത്തിന് പിന്നാലെ നടത്തിയിരിക്കുന്നത് എന്ന കാര്യത്തിലുമൊക്കെ ഒരു വിശദീകരണം കോടതിയിൽ ഉണ്ടാകാനുള്ള സാധ്യത. അനന്തൻ, ഇപ്പോൾ 2019 സ്വർണ്ണപ്പാളികൾ കടത്തി, അത് ബംഗളൂരുവിൽ ആണ് എന്ന് ഏറെക്കുറെ സ്ഥിരീകരിക്കുകയല്ലേ ഈ ദേവസ്വം വിജിലൻസിന്റെ അന്വേഷണത്തിലും? ബംഗളൂരുവിലാണെങ്കിൽ അത് ഒരാളുടെ കൈവശമാണ്. ഇന്നലെ നിയമസഭയിലേക്ക് വന്ന ആരോപണം ഇതൊരു വലിയ പണക്കാരന്റെ വീട്ടിൽ പൂജാമുറിയിലുണ്ട് എന്ന ആരോപണമൊക്കെയാണ്. ഇത് ഒരാളുടെ വീട്ടിലാണോ, നിരവധി ആളുകളുടെ വീട്ടിലാണോ, എത്ര വലിയ പണമിടപാട് അവിടെ നടന്നു തുടങ്ങിയ കാര്യങ്ങൾ ദേവസ്വം വിജിലൻസിന് കൂടുതൽ വിവരങ്ങൾ അന്വേഷണത്തിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞുവെന്ന സൂചനയുണ്ടോ? രതീഷ്, ഇത് 2019 ജൂലൈയിൽ ഈ സ്വർണ്ണ പാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ദേവസ്വം ബോർഡ് അഴിച്ചു നൽകുകയായിരുന്നു. അതിനുശേഷം ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസിലേക്കാണ് ആ സ്വർണ്ണപ്പാളികൾ എത്തേണ്ടത്. പക്ഷേ ബംഗളൂരുവിലേക്കാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി കൊണ്ടുപോയത്. അത് ബംഗളൂരുവിൽ ഏതാണ്ട് 39 ദിവസം സൂക്ഷിക്കുകയും ചെയ്തു. ആ സമയത്ത് വിജിലൻസിന്റെ നിഗമനം അനുസരിച്ച് ആ സമയത്ത് രണ്ട് കാര്യങ്ങളാണ് നടന്നത്. ഒന്ന്, ഈ യഥാർത്ഥ പാളികൾ അതിൻ്റെ വിൽപ്പന, അതുമായി ബന്ധപ്പെട്ട ഇടപാടുകൾ നടക്കുന്നു. അതിനൊപ്പം തന്നെ ഈ ഒറിജിനൽ പാളികളുടെ മോൾഡ് ഉണ്ടാക്കുന്ന, അതായത് പുതിയൊരെണ്ണം ഉണ്ടാക്കണമെങ്കിൽ സമാനമായ രീതിയിൽ ഉണ്ടാക്കണമല്ലോ. അപ്പോൾ അതിനുവേണ്ടി ഒരു മോൾഡ് ഉണ്ടാക്കുന്ന നടപടികളും ബംഗളൂരുവിൽ നടന്നു എന്നാണ് വിജിലൻസിന്റെ നിഗമനം. മാത്രമല്ല, ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധപ്പെട്ട് ചില വലിയ കോടീശ്വരന്മാരുടെ തന്നെ ഒരു സൗഹൃദ വലയമുണ്ട്. അവരിൽ ചിലരെയാണ് വിജിലൻസിന് സംശയം. അവർക്ക്, അതായത് കടുത്ത അയ്യപ്പ ഭക്തരായ ചില സമ്പന്നരുണ്ട് അപ്പോൾ ബംഗളൂരുവിൽ കേന്ദ്രീകരിച്ച് വ്യാപാര മേഖലയിലൊക്കെ ഉള്ള ആൾക്കാർ. അപ്പോൾ അവരിൽ ആർക്കെങ്കിലും കൈമാറിയിട്ടുണ്ടാകാം. വലിയ പണം വാങ്ങിച്ച് അയ്യപ്പ സ്വാമിയുടെ ഒരു ക്ഷേത്രത്തിലിരുന്ന വസ്തു എന്ന നിലയ്ക്ക് അതിൻ്റെ പവിത്രതയെല്ലാം ബോധിപ്പിച്ച് അവരിൽ നിന്ന് വലിയ സാമ്പത്തിക നേട്ടം ഉണ്ടാക്കി അവർക്ക് കൈമാറിയിട്ടുണ്ടാകാം എന്നുള്ളതാണ്. മാത്രമല്ല, വിനീത് ജെയിനോട് ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞിട്ടുണ്ടാകാം ഇത് പുതിയതായി ഒരെണ്ണം നിർമ്മിച്ചു കൊടുക്കണം, പഴയത് ഉപേക്ഷിച്ച് കഴിഞ്ഞു എന്നുള്ളത്. അങ്ങനെ അയാളെയും അയാളുടെ അയ്യപ്പ ഭക്തിയെയും ചൂഷണം ചെയ്തുകൊണ്ട് അയാളെയും ഇതിലേക്ക് പെടുത്തിയിരിക്കാം എന്നാണ് ഈ ദേവസ്വം വിജിലൻസിന്റെ ഒരു കണക്കുകൂട്ടൽ. ഇത് വെച്ചിട്ടാണ് ബംഗളൂരു കേന്ദ്രീകരിച്ചത് ഈ യഥാർത്ഥ സ്വർണ്ണപ്പാളിയുടെ വിൽപ്പന നടന്നിരിക്കുന്നു എന്നുള്ള കാര്യം വ്യക്തമാക്കുന്നത്. മാത്രമല്ല, ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഒരു രീതി സകലരോടും പറയുന്നത്, അയ്യപ്പ ഭക്തരായിട്ടുള്ള സമ്പന്നരോടെല്ലാം ഒരു സ്വപ്ന ദർശനത്തെക്കുറിച്ചാണ് എപ്പോഴും പറയുന്നത്. ജയറാമിനോട് പോലും സ്വപ്ന ദർശനത്തെക്കുറിച്ചാണ് പറഞ്ഞത്. സമാനമായ രീതിയിൽ വിനീത് ജെയിനോടും സ്വപ്ന ദർശനത്തെക്കുറിച്ചാണ് പറഞ്ഞത്. ഈ സ്വപ്ന ദർശനമായിരുന്നു, അയ്യപ്പൻ സ്വപ്നത്തിൽ വന്ന് പറഞ്ഞു താങ്കൾക്കാണ് ആ ഭാഗ്യം അല്ലെ? ഈ സ്വപ്ന ദർശനമാണ് വലിയ ആയുധമാക്കി മാറ്റി കോടികളുടെ ഇടപാട് നടത്തിയിരിക്കുന്നത്.
തീർച്ചയായിട്ടും ആ രീതിയിൽ സ്വപ്നദർശനത്തെക്കുറിച്ചൊക്കെ വ്യാഖ്യാനിച്ചുകൊണ്ട് ഇയാൾക്ക് വലിയ സംഭാഷണ ചാതുര്യമുള്ള ഒരു മനുഷ്യനാണ്. അപ്പോൾ അങ്ങനെയാണ് ഈ അയ്യപ്പ ഭക്തരായിട്ടുള്ള സമ്പന്നരെയൊക്കെ ഇയാളുടെ വലയത്തിലേക്ക് കൊണ്ടുവരുന്നതെന്നാണ് കണക്കൂട്ടൽ. മാത്രമല്ല ദേവസ്വം വിജിലൻസ് സംശയിക്കുന്ന മറ്റൊരു കാര്യം, ഈ 40 വർഷത്തെ വാറണ്ടി, അതിനും ദേവസ്വം വിജിലൻസിന് സംശയമുണ്ട്. എന്തുകൊണ്ടാണ് സ്മാർട്ട് ക്രിയേഷൻസ് ഈ പോറ്റിക്ക് 40 വർഷത്തെ വാറണ്ടി ആളായിട്ട് പോറ്റിയെ വെച്ചിരിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ അവർ ദേവസ്വം വിജിലൻസ് സംശയിക്കുന്നത് ഓരോ 5 വർഷം കൂടുമ്പോഴോ അല്ലെങ്കിൽ 4 വർഷം കൂടുമ്പോഴോ ഈ പാളി മാറ്റി സ്ഥാപിക്കാനുള്ള ഒരു ദുരുദ്ദേശം ഇതിന് പിന്നിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അങ്ങനെ മാറ്റുമ്പോൾ ഒരു പുതിയ സ്പോൺസറെ കണ്ടെത്തേണ്ടതുണ്ട്. അതായത് 2 കാര്യങ്ങളാണ് അതിൽ സംഭവിക്കാനിടയുള്ളത്. ഒന്ന്, യഥാർത്ഥ പാളി മാറ്റിയതുകൊണ്ട് അത് തനിത്തങ്കമായിരുന്നു, അതിന് ഒരു കേടും എത്ര വർഷം ഇരുന്നാലും സംഭവിക്കില്ല. പക്ഷേ ഇവർ പുതിയതായിട്ട് കൊണ്ടുവന്നത് ചെമ്പിൽ സ്വർണം പൂശിയ പാളിയാണ്. അപ്പോൾ ആ പാളിക്ക് ആയുസ് കുറവാണ്. മാത്രമല്ല പെട്ടെന്ന് തന്നെ അതിൻ്റെ നിറം മങ്ങാനും അതിലെ ചെമ്പ് തെളിയാനും, കൂടുതൽ ഇടപെടുന്ന സ്ഥലത്തൊക്കെ ചെമ്പ് തെളിയാനും സാധ്യതയുണ്ട്. അപ്പോൾ ഇവർക്ക് ഏതാണ്ട് 5 വർഷത്തിനപ്പുറം ഇതും അവിടെ വെക്കാൻ പറ്റില്ല. അപ്പോൾ അത് മാറ്റി വീണ്ടും ഇലക്ട്രോപ്ലേറ്റ് ചെയ്ത് കൊണ്ടുവെക്കേണ്ട ഒരു സ്ഥിതിയുണ്ട്. അതുകൊണ്ടാണ് ഈ 40 വർഷത്തെ വാറണ്ടി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പേരിലാക്കിയത് എന്നുള്ളൊരു നിഗമനത്തിലാണ് ദേവസ്വം വിജിലൻസ് ഉള്ളത്. അങ്ങനെ വരുമ്പോൾ ഏതെങ്കിലും 5 വർഷമോ 4 വർഷം കൂടുമ്പോൾ ഇത് ഇളക്കിക്കൊണ്ടു പോകാം അറ്റകുറ്റപ്പണികൾ എന്ന പേരിൽ. മാത്രമല്ല അതിനുവേണ്ടി പുതിയൊരു സ്വർണം നൽകാൻ സ്പോൺസറെ കണ്ടെത്താനുള്ള ശേഷി, അതിനുള്ള കഴിവ് പോറ്റിക്കുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് പോറ്റിയെ ഇതിന്റെ കസ്റ്റോഡിയനായി വാറണ്ടി ആളായിട്ട് വെച്ചത് എന്നുള്ള നിഗമനത്തിലാണ് ദേവസ്വം വിജിലൻസ് ഉള്ളത്. അതിന് ദേവസ്വം ഉദ്യോഗസ്ഥരുടെ കൂട്ടുകൂടി ലഭിച്ചിട്ടുണ്ട്. അത് പ്രത്യേകിച്ച് മുരാരി ബാബുവിന്റെ ഭാഗത്ത് നിന്ന് വലിയ സപ്പോർട്ട് അതിന് കിട്ടിയിട്ടുണ്ട്. ദേവസ്വം ഉദ്യോഗസ്ഥർക്ക് ഇതിൽ ഗംഭീരമായ പങ്കുണ്ട് എന്നുള്ളതാണ് വിജിലൻസിന്റെ നിഗമനം. അപ്പോൾ ആ ദേവസ്വം ഉദ്യോഗസ്ഥർക്ക് അപ്പുറത്തേക്ക് മറ്റാർക്കെങ്കിലും പങ്കുണ്ടോ എന്ന സംശയം കൂടി അതുകൂടി പരസ്യമായി ഊന്നി പറയേണ്ടി വരുമല്ലോ. കാരണം 2019 അവിടെ സ്വർണമായിരുന്ന സ്വർണ്ണപ്പാളികൾ കടത്തിയിട്ട് തിരികെ വന്ന ചെമ്പുപാളിയാണ് എന്ന് ഉത്തരവാദിത്തപ്പെട്ട ആർക്കും ബോധ്യമായില്ല. ആരും അത് അറിഞ്ഞില്ല എന്ന് പറയുന്നത് അങ്ങനെ വിശ്വസിക്കാൻ കഴിയുന്ന ഒന്നല്ല. പിന്നീട് ഈ സംഭവം അറിഞ്ഞിട്ടുണ്ടാകാം. അത് പുറത്തു വന്നാൽ ഉണ്ടാകാവുന്ന വലിയ ചർച്ചകൾ, പ്രത്യാഘാതം അക്കാരണങ്ങളാൽ അത് മൂടിവെച്ചതായിരിക്കാം. അതല്ലെങ്കിൽ ഈ സ്വർണ്ണക്കടത്തിൽ മറ്റ് പല ആളുകൾക്കും, ഉന്നതർക്കുൾപ്പെടെ പങ്കുണ്ടായിരുന്നുവെന്ന് സംശയിക്കേണ്ടി വരും. ഇപ്പോൾ ഹൈക്കോടതി നടപടികളുമായി ബന്ധപ്പെട്ട് വരുന്ന പുതിയ അപ്ഡേറ്റ് 10:20 ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് പരിഗണിക്കും. ഒരു 7 മിനിറ്റ് സമയം കൂടി കഴിഞ്ഞാൽ ദേവസ്വം ബെഞ്ചിന്റെ പരിഗണനയ്ക്കായി ശബരിമലയിലെ വളരെ പ്രധാനപ്പെട്ട ഈ വിഷയം വരികയാണ്. ദേവസ്വം വിജിലൻസിന്റെ റിപ്പോർട്ട് SIT കോടതിയിൽ ആവശ്യപ്പെടും. ഒപ്പം ദേവസ്വം വിജിലൻസിന്റെ SP സുനിൽകുമാറും ഒപ്പം പ്രത്യേക അന്വേഷണ സംഘത്തിലെ SP S ശശിധരനും നേരിട്ട് കോടതിയിൽ ഹാജരാകുന്നുണ്ട്.